നിഹ ഫുഡിൽ നിന്നും ശ്രദ്ധ മാറ്റി കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിഞ്ഞു. ഡോർ അടച്ച് ലോക്കറ്റ് വരുന്ന ആദ്യത്തെ കണ്ട് നിഹ ചെറുതായി പതറി. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഡോർ തുറക്കാഞ്ഞത്? കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന നിഹയുടെ പിറകിൽ വന്നുകൊണ്ട് ആദം ചോദിച്ചു. എനിക്ക് തുറക്കാൻ തോന്നിയില്ല, അത്ര തന്നെ, നിഹ പറഞ്ഞു. അതെന്താ തോന്നാത്തെ? അതെന്റെ തോന്നലിനോട് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അറിയാൻ പറ്റും, നിഹ നിസാര മട്ടിൽ പറഞ്ഞു. ഡി കൂടുതൽ വിളച്ചിലെടുക്കല്ലേ എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി തനിക്ക് നേരെ നിർത്തിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ഒരുങ്ങി. വിടി സാർ. എന്തോ കേട്ടില്ല. സാറാണ് പോലും. ഇനി ആ വിളി വേണ്ട. എന്നാ ആദം എന്ന് വിളിക്കാം. എന്തേ? അത് വേണ്ട, അതിന് മാത്രം നീ വളർന്നിട്ടില്ല. എന്നാ വളർന്നു കഴിഞ്ഞ് വിളിക്കാം. ഇപ്പൊ സാർ വിട്ടെ. വിടാൻ അവൾ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കടിക്കും. നീ കടിക്കും അല്ലേ? ആ കടിക്കും. എന്നാ കടിച്ചേ നോക്കട്ടെ. ആദം അവളെ ഒന്നുകൂടെ തന്നോട് അടുപ്പിച്ചു അവളുടെ മുഖത്തേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ നോട്ടത്തിൽ നിഹ ചെറുതായി പതറിയെങ്കിലും തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. അവൾ അവൻ്റെ കവിളിലേക്ക് കടിക്കാൻ വേണ്ടി മുഖം അടുപ്പിച്ചതും അവളുടെ പാൻറ് ഊർന്നു വീണതും ഒരുമിച്ചായിരുന്നു. ഒരു ഞെട്ടലോടെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ പുരികം പൊക്കി. അന്നേരം അവൻ്റെ കഴുത്ത് ഞെരിക്കാനാണ് തോന്നിയത്. പിന്നെ സാഹചര്യം കൂടി നോക്കണ്ടേ എന്ന് കരുതി അവനെ കൂർപ്പിച്ചു നോക്കി. അതുപോലെ കുനിഞ്ഞു പാൻറ് പൊക്കിയെടുക്കാന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവൻ അവളെ അതുപോലെ പൊക്കിയെടുത്ത് ബെഡിനരികിലേക്ക് നടക്കുന്നത്. ആനയുടെ പാൻറ് ഉറുമ്പിട്ട എന്താവും അവസ്ഥ, അതുപോലെ ആ പൊക്കലിൽ പാൻറ് മുഴുവനായി ഊരിപ്പോന്നു. അവൻ്റെ കൂടെ ബെഡിലേക്ക് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ മേലെ അമർന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആദമിനെയാണ്. അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു. ഒരു രോമം പോലും ഇല്ലാത്ത വിരിഞ്ഞ നെഞ്ച്. പിന്നീട് അവളുടെ നോട്ടം ചെന്ന് നിന്നത് അവൻ്റെ കവിളിലെ ആഴമുള്ള ഗർത്തത്തിലും. ട്രിം ചെയ്ത് നിർത്തിയ താടി രോമങ്ങൾക്കിടയിലൂടെ ഗർത്തം ചെറുതായി കാണുന്നുണ്ട്. അതിന് വല്ലാത്തൊരു അഴകാണെന്ന് അവൾക്ക് തോന്നി. മീശ താടി രോമങ്ങൾക്കിടയിലൂടെ കാണുന്ന ഇളം പിങ്കി നിറത്തിലുള്ള കുഞ്ഞാതരങ്ങൾ. ഒരു നിമിഷം അവളത് നോക്കിയിരുന്നു പോയി. എല്ലാം കഴിഞ്ഞ് അവൻ്റെ കണ്ണിലേക്ക് നോട്ടം എത്തിയപ്പോൾ അവൻ തൻ്റെ പ്രവർത്തികൾ ചെറുചിരിയാലെ നോക്കിക്കിടക്കുന്നുണ്ട്. അവൻ്റെ ആ നോട്ടത്തിൽ ഒരു നിമിഷം അടിമപ്പെട്ടു പോയെങ്കിലും പിന്നീട് താനിപ്പോൾ ഏത് കോലത്തിലാണുള്ളതെന്ന് ബോധം വന്നതും അവൾ തൻ്റെ നോട്ടം പിൻവലിച്ചു. സാർ എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കട്ടെ പ്ലീസ്. അവൾ ചുവട് മാറ്റി നോക്കി. നിഹ എനിക്കും വിശക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതിനു മുൻപേ എനിക്ക് ചിലത് അറിയാനുണ്ട്. എന്താ സാറിന് അറിയണ്ടേ? പെട്ടെന്ന് ചോദിക്ക്. നീ ഇന്നലെ രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു ഐ ലവ് യു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. ശേഷം പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ലവ് യു പറഞ്ഞോ? ഞാനോ? അതും സാറിനോട്? അത് സാറിൻ്റെ സ്വപ്നത്തിലാവും. ഇത് കേട്ട ആദമിന് ദേഷ്യം വന്നു. നീ എന്നെ കെട്ടിപ്പിടിച്ചു ഐ ലവ് യു ഇച്ചായ എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലല്ലേ? എനിക്കെങ്ങും ഓർമ്മയില്ല. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത്. എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഇരു കൈയിലും തൻ്റെ കൈ കോർത്ത് വെച്ച് അവളെ ഒന്ന് അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി അവളുടെ മേലെ ഒന്നുകൂടെ അമർന്നു. ആ സാർ എന്തായത്? സാറിന് എന്തൊരു വെയിറ്റ് ആണെന്നോ? അതൊക്കെ അങ്ങ് സഹിക്കണം, ഇല്ലേ പിന്നെ കാര്യങ്ങളൊക്കെയും എങ്ങനെ നടക്കും? അവൻ കുറുമ്പോടെ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? എന്ത് കാര്യങ്ങളാണെന്നോ? കാണിച്ചു തരട്ടെ. അവളുടെ കാലുകൾ അകത്തി വെച്ച് അവളിലേക്ക് അമർന്നുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരും എന്ന പോലെ ആയി. ഇല്ലെങ്കിലേ ഷർട്ട് മാത്രമാണ് വേഷം. തുട മറയുന്നുണ്ടെങ്കിലും മുട്ടിന് മീതെയുള്ള അവളുടെ കാല് അത്യാവശ്യം കാണാം. തനിക്ക് നേരെ താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം കണ്ട് അവൾ കണ്ണിറുക്കി അടച്ചു. നിഹ, ഞാൻ മരിച്ചുപോയാൽ നിനക്ക് വിഷമാവില്ല അല്ലേ? തൻ്റെ കാതോരം ശ്വാസക്കാറ്റായി അവൻ മൊഴിഞ്ഞതും ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ അവൾ കുഴങ്ങി. അവൾ ആ ചോദ്യം സ്വയമേ ഒന്ന് ചോദിച്ചു. അതിനുത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. അതിനിടയിൽ അവൻ ഒന്നുകൂടെ അതേ ചോദ്യം ആവർത്തിച്ചു. തൻ്റെ കാതോരം ചുംബിച്ചതും അവനെ ദേഷ്യം പിടിപ്പിച്ചാലോ എന്നവൾ ചിന്തിച്ചു. അവളിൽ നിന്നും പ്രതികരണമൊന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിലേക്ക് ആഞ്ഞു കടിച്ചതും അവളിൽ നിന്നും ആർത്തനാദം ഉയർന്നു വന്നു. ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് തന്നെ നോക്കി പേടിപ്പിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. എന്നെ കടിച്ചിട്ട് ചിരിക്കുന്നത് കണ്ടില്ലേ ദുഷ്ടൻ? അവൾ പല്ല് ഞെരിച്ചു. പറ നിഹ, നിനക്ക് വിഷമാവില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, വിഷമാവില്ല. അല്ലേലും ഞാൻ എന്തിനു വിഷമിക്കണം? നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതൊന്നുമല്ലല്ലോ, ഒരു ആക്സിഡൻ്റൽ മാരേജ്, അത്രയേ ഉള്ളൂ. അവൾ അവനെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറഞ്ഞു. അത്രയേ ഉള്ളൂ അല്ലേ?
അപ്പം നിനക്ക് വിഷമാവില്ല അല്ലേ? ഇല്ലെന്നല്ല പറഞ്ഞത്. അവളും വിട്ടുകൊടുത്തില്ല. താൻ പ്രതീക്ഷിച്ച മറുപടി കിട്ടാതെ വന്നതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവളുടെ കയ്യിലെ പിടിമുറുക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കിയതും അവൾ പകപ്പോടെ അവനെ നോക്കി. അവന്റെ മുഖം താഴ്ന്നു വരുന്നത് കണ്ടപ്പോൾ അതിലെന്തോ ഒരു പന്തികേട് തോന്നി. അടുത്ത നിമിഷം അത് ഉറപ്പിക്കുന്ന തരത്തിൽ അവൻ പല്ലുകൊണ്ട് അവൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചെടുക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ദൈവമേ, ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ലെന്ന് ഈ ഭ്രാന്തനോട് എങ്ങനെ പറയും എന്നും മനസ്സിൽ പറഞ്ഞ് അവൾ ഉമിനീരിറക്കി. ആദ്യത്തെ 2 ബട്ടൺ അഴിഞ്ഞതും അവളാകെ വല്ലാതായി. ഇച്ചായ വേണ്ട, അവൾ കൊഞ്ചലോടെ വിളിച്ചു. ഇനി അതേ വഴിയുള്ളൂന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തോ? എങ്ങനെ? വിളിച്ചത് കേട്ടില്ല. മെല്ലെ തലയുയർത്തി അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇച്ചായ പോ അവിടെന്ന്. ഞാൻ ആ സ്വപ്നത്തെ പറഞ്ഞില്ലേ അതങ്ങനെ എല്ലാ നേരത്തും വിളിക്കാൻ പറ്റില്ലെന്ന്. നീ ആ സ്വപ്നം വിട്. അതിൽ പിടിച്ച് നീ എന്നെ കുറേ വട്ടം കറക്കി. ഇനി ഞാൻ നിന്നെ കുറച്ച് വട്ടം കറക്കാൻ പോവുക എന്നും പറഞ്ഞു അവളുടെ മാറിൻ ചുഴിയിലേക്ക് മുഖമിട്ടുരസി. അവൻ്റെ മീശയും താടിയും അവിടെ മുള്ളുപോലെ ആഴ്ന്നിറങ്ങിയതും അവൾ നീങ്ങിപ്പോയിരുന്നു. അടുത്ത നിമിഷം അവൻ 3ാമത്തെ ബട്ടൺ അഴിച്ചു മാറ്റി. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ അവിടെ കാണാനായി. അവിടേക്കുള്ള അവൻ്റെ ആ കള്ളനോട്ടവും അതിൻ്റെ കൂടെ കള്ളച്ചിരിയായപ്പോൾ അവളിൽ ആകെ വെപ്രാളം നിറഞ്ഞു. അന്നേരം അവൾ തൻ്റെ കൈ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൻ പിടിവിട്ടില്ല. അവൻ തൻ്റെ പല്ലിനാൽ ഷർട്ടിൻ്റെ ഒരു വശം അകത്തി വെച്ചതും നീ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു അവനെ സോപ്പിടാൻ നോക്കി. 1 അല്ല 4-5 ഉമ്മകൾ വാരിക്കോരി കൊടുത്തു. ആ നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. പ്ലീസ് ഇച്ചായ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യമായി കാണുന്നതൊന്നല്ലല്ലോ, പിന്നെന്താ? അവൻ അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അന്നേരം അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. അവൻ അവളുടെ മൂക്കിൻ തുമ്പിലൂടെ ചുംബിച്ചുകൊണ്ട് അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. അവൻ അവളുടെ അതരങ്ങളുടെ തേൻ നുകരുമ്പോൾ അവളവൻ്റെ പ്രണയത്തിൽ ഭ്രമിച്ചു പോയിരുന്നു. നിമിഷം അവൻ അവളുടെ കയ്യിലെ പിടി അയച്ചു. ഇരുവരും ഒരുപോലെ ചുംബനം ആസ്വദിക്കുന്ന വേളയിൽ അവൻ്റെ ആവേശം കൂട്ടുന്ന തരത്തിൽ അവൾ അവനെ തിരിച്ചു ചുംബിച്ചു തുടങ്ങി. പിന്നീട് ചുംബനത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു വന്നു. അവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചു വലിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം അവൻ ഷർട്ടിൻ്റെ അടുത്ത ബട്ടൺ കൂടി അഴിച്ചു മാറ്റിയിരുന്നു. അവൻ അവളുടെ ഷർട്ട് അകത്തി വെച്ച് അവളുടെ മേനിയിലൂടെ പതിയെ വിരലൊടിച്ചു. അവളുടെ നഗ്നമായ മാറിലൂടെ അവൻ്റെ കൈകൾ ഒഴുകി നടന്നു. അവളുടെ കൈ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നൂണ്ടു കയറി. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവളുടെ മേനിയിലേക്ക് നോട്ടം പായിച്ചതും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ പുഞ്ചിരി വിരിയുന്നത് കണ്ട് അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവളുടെ മൃദുലതയെ തൊട്ടറിഞ്ഞതും അവളുടെ മുഖത്ത് വിരിയുന്ന നാണം അവൻ നോക്കി നിന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി മുത്തി അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തി. അവൻ അവിടെ തൻ്റെ ചുണ്ടിനാലും നാവിനാലും മായാജാലം തീർക്കുന്നത് അവൾ സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടുന്ന് താഴേക്ക് ഒഴുകി നടന്നു. ഒപ്പം ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അടർന്നു വീണു. തൻ്റെ വയറിൽ നാഭിച്ചുഴുക്ക് മേലെയായി അവൻ അമർത്തി ചുംബിക്കുമ്പോൾ അവൻ്റെ താടി രോമങ്ങൾ അവളുടെ വയറിൽ കുത്തിയിറങ്ങി അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു. അനുഭൂതിയുടെ കൊടുമുടിയിലെത്തിയതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. അവൻ തൻ്റെ നാവിനാൽ നാഭിച്ചുഴിയുടെ ആഴളന്നപ്പോൾ അവളൊന്നുയർന്നു പൊങ്ങി. അവിടുന്ന് അവൻ്റെ അതരങ്ങൾ താഴേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതും തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പൂർണ്ണമായും അടർന്നു പോകുന്നതും ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ നിഹ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ ഉടുത്തിരുന്ന ടവൽ വലിച്ചെടുത്തു തൻ്റെ അരയ്ക്ക് താഴെയുള്ള നഗ്നത മറച്ചു. അതേ നിമിഷം അവനിലേക്ക് നോട്ടം പായിച്ചവൾ അറിയാതെ നിലവിളിച്ചു പോയിരുന്നു. അടുത്ത നിമിഷം അവൾ കണ്ണിറുക്കി അടച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ അവനവളുടെ മേലേക്ക് തന്നെ വീണുപോയി. ബെഡിൻ്റെ സൈഡിൽ വച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവൻ അരയോളം കവർ ചെയ്തു. അവൾ ഒറ്റക്കണ്ട് തുറന്ന് അവനെ നോക്കിയപ്പോൾ അവനവളെ ദഹിപ്പിച്ച് നോക്കുന്നുണ്ട്. അവൾ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ഡി, എൻ്റെ ടവൽ ഊരിയെടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. പിന്നെ നീ എന്തായി കാണിച്ചേ? അത് പിന്നെ സാർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അതുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്തു എന്നാ? അന്നേരം അവളൊന്നും മിണ്ടിയില്ല. പറ നിഹ, ഞാൻ എന്ത് ചെയ്തെന്നാ? ഇത്തവണ അവനിലെ ദേഷ്യം മാറി അവിടെ കുറുമ്പ് നിറഞ്ഞു. അവൾക്കത് പറയാൻ ലജ്ജ തോന്നി. അടുത്ത നിമിഷം അവൻ തൻ്റെ ടവൽ അവളുടെ അരയിൽ നിന്നും വലിച്ചെടുത്ത് അവൾക്ക് നേരെ ഉയർത്തി പിടിച്ചു. മെഴിഞ്ഞ കണ്ണാൽ അവൾ തന്നെ നോക്കുന്നത് കണ്ട് അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചു. വല്ലാത്ത ഭാവത്തിലൊന്ന് അവളെ നോക്കി. അടുത്ത നിമിഷം അവൻ അവളുടെ മേൽ അമർന്നതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവളിട്ടിരിക്കുന്ന ഷർട്ട് മുഴുവനായും അകത്തി വെച്ച് തൻ്റെ നഗ്നമേനിയിൽ അവൻ്റെ നഗ്നമേനി മുഴുവനായും ചേർത്ത് വെച്ച് അവൻ അവളെ പൂണ്ടടക്കം പുണർന്നു. അവനിലെ എന്തൊക്കെയോ തന്നിൽ അമർന്നതും അവളുടെ ഹൃദയം പോലും വിറച്ചിരുന്നു.
അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവൻ അവളിലെ നഗ്നതയെ ആസ്വദിച്ചതും അവൾ അവനെ ഇറുകെ പുണർന്നു. കുറച്ചുനേരം ഇരുവരും അതുപോലെ കിടന്നു. ശേഷം അവൻ അവളിൽ നിന്ന് അകന്ന് മാറി ടവൽ എടുത്തു കൊടുത്തു. അതിനിടയിൽ അവളിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൾ അപ്പോഴും കണ്ണടച്ച് കിടപ്പാണ്. അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ഇട്ട് തരുന്നത് തിരിച്ചറിഞ്ഞതും നിഹ കണ്ണ് വലിച്ചു തുറന്നു അവനിലേക്ക് നോട്ടം പായിച്ചു. കള്ളച്ചിരിയോടെ തൻ്റെ മേനിയിലേക്ക് നോട്ടം അറിഞ്ഞുകൊണ്ട് ബട്ടൺസ് ഇട്ട് തരുന്ന അവനെ തള്ളി മാറ്റി അവൾ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്ത് അവനെ ദഹിപ്പിച്ചു നോക്കി. വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നടന്നു. ശേഷം കൈയും കഴുകി വന്നു. അവിടെ മൂടി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്ത് അവനൊന്നും അറിയാത്ത പോലെ കഴിക്കാൻ തുടങ്ങി. അന്നേരം നിഹ ബ്ലാങ്കറ്റിനുള്ളിൽ കൂടി ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനായിട്ടു. ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റു തറയിൽ വീണ് കിടക്കുന്ന പാൻ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു. അതിനിടയിൽ അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഷർട്ടും പിടിച്ച് താഴ്ത്തുന്നുണ്ട്. അതെ, ഇനിയൊന്നും ഒളിപ്പിച്ച് നടക്കണമെന്നില്ല, കാണേണ്ടതൊക്കെ ഞാൻ കണ്ടു. ചിക്കൻ ഫ്രൈ പീസ് കടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ആകെ ലജ്ജ തോന്നി. എന്നാൽ കാണേണ്ടതൊക്കെ ഞാനും കൂടി കണ്ടിട്ടുണ്ട്, ഒന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവൾ പറഞ്ഞതാണ്. അവന് പിന്നെ കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കെട്ടിയാണല്ലോ, അതുകൊണ്ട് മറുപടി പെട്ടെന്ന് തന്നെ വന്നു. കണ്ടല്ലോ അല്ലേ, സന്തോഷം, ആ ഒരു കടമ്പ കടന്നല്ലോ. അയ്യേ, ഒരു നാണമില്ലാത്ത മനുഷ്യൻ എന്നും പറഞ്ഞ അവൾ പാൻറ്റും കൈ പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു. പാൻറ്റും ധരിച്ച് തിരികെ വന്ന നിഹ തൻ്റെ മുഖത്ത് നോക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. തൻ്റെ പ്ലേറ്റിൽ കിടക്കുന്ന 2 ഫ്രൈ പീസിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവളുടെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തതും അവൾ അവനെ തന്നെ നോക്കി. ഇതെന്തിനാ എനിക്ക്? എൻ്റെ പ്ലേറ്റിന് 2 എണ്ണം ഉണ്ടല്ലോ, വേണ്ട സാറ് കഴിച്ചോ. ഇരിക്കട്ടെന്ന്, ഞാൻ സ്നേഹത്തോടെ തരുന്നതെന്ന് കരുതിയാൽ മതി. അത് കേട്ടതും അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. അടുത്ത നിമിഷം അവൻ അവൾക്ക് നേരെ ഒരു ഉരുള ചോറ് നീട്ടിയതും അവൾ വിടർന്ന മുഖത്തോടെ വാ തുറന്നു. അത് കഴിഞ്ഞ് അവൻ എനിക്കില്ലേ എന്നും പറഞ്ഞ് അവൾക്ക് നേരെ വാ തുറന്ന് കാട്ടിയതും നിഹ നിറഞ്ഞ മനസ്സോടെ അവൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. താൻ കൊടുത്ത ഉരുള അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് അവൾ നോക്കി നിന്നു. അന്നേരം അവൻ്റെ മീശയിൽ പറ്റിയ വറ്റ് അവൾ എടുത്തു മാറ്റിയതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ അവളുടെ മുഖത്ത് നാണമാണ് വിരിഞ്ഞത്. അവൻ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റു. അവളോട് പതിയെ കഴിച്ച് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് അവൻ ഡ്രസ്സ് മാറി താഴേക്ക് നടന്നു. ആദം തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പപ്പയുമായും അച്ചാച്ചനുമായും സംസാരിക്കുന്ന നേരത്താണ് തൊട്ടുമുന്നിലെ വീട്ടിലേക്ക് ഒരു വണ്ടി നിറയെ വീട്ടു സാധനങ്ങൾ വരുന്നതും അതിന് പിന്നാലെ മറ്റൊരു കാറിൽ നിന്നും ആയുഷിനെയും തൻ്റെ അപ്പച്ചിയും ഇറങ്ങി വരുന്നതും ആദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കാഴ്ച അവരെ മൂവരെയും ഞെട്ടിച്ചു. അമ്മയെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുന്ന ആയുഷിനെ കണ്ടതും ആദമിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. 2 പേരോടും കൂടി പറയുക, അവൻ കരുതിക്കൂട്ടി ഇങ്ങോട്ട് വന്നതാ. ഇനി എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ അടങ്ങിയിരിക്കുന്നു വരില്ല. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ മിന്നുകെട്ട് നടക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവും. അത്രയും പറഞ്ഞ ആദം അകത്തേക്ക് വരാൻ നേരാണ് തങ്ങളുടെ ലഗേജുമായി നിഖിൽ അങ്ങോട്ട് വരുന്നത്. കുറച്ചു നേരം ആദം നിഖിലുമായി സംസാരിച്ചു. നിഖിൽ പോയി കഴിഞ്ഞതും ആദം അകത്തേക്ക് നടന്നു. ആദം തൻ്റെ മമ്മയുടെ അരികിൽ ചെന്ന് കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിച്ചു. മമ്മയുടെ സംസാരത്തിൽ നിന്നും മമ്മയ്ക്ക് നിഹയെ ശരിക്കും ബോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും അവൻ്റെ മുഖം വിടർന്നു. തങ്ങളുടെ പെട്ടിയുമായി മുറിയിലേക്ക് വന്നതും സുഖമായി ഉറങ്ങുന്ന നിഹയാണ് കാണുന്നത്. അവളുടെ അരികിൽ ചെന്ന് നേരെ പുതപ്പിച്ചു. അവളുടെ നെറുകയിൽ ചുംബിച്ചു. ചാർജിന് വെച്ച ഫോൺ എടുത്ത് ആദം ബാൽക്കണിയിലേക്ക് നടന്നു. നിഖിൽ ഡ്രൈവിങ്ങിലായിരുന്നു. അന്നേരാണ് അക്ഷരയുടെ കോൾ വരുന്നത്. ഹലോ, പറയൂ അക്ഷര. സർ, ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ നിഹയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്, പക്ഷെ കിട്ടുന്നില്ല. ആദം സാറിനെയും വിളിച്ചു നോക്കി. 2 ആളുടെ നമ്പറിലേക്ക് കോൾ കണക്റ്റ് ആവുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ആകെ പേടിച്ചിരിക്കുവാണ്. അവളവിടെ എത്തി വിളിക്കാമെന്ന് പറഞ്ഞതാ. അവരവിടെ എത്തിയാവോ? സാറിന് എന്തെങ്കിലും വിവരം അറിയോ? അക്ഷരയുടെ ഉള്ളിലെ ടെൻഷൻ നിഖിൽ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ നിഖിൽ നടന്ന സംഭവങ്ങളൊക്കെയും അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ 2 പേരും ഓക്കെ ആണെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. കോൾ അവസാനിപ്പിച്ചു. ഇതേ സമയം കളരിക്കൽ വീട്ടിൽ കൊച്ചു ത്രേസ്യയുടെ മുറിയിൽ അടുക്കളക്കാരി ക്ലാര ത്രേസ്യാമ്മച്ചിയുടെ കാലിൽ കുഴമ്പിട്ട് തടവുകയാണ്. എടിയെ, നല്ലവണ്ണം അമർത്തി തടവിയാലേ നിന്റെ കയ്യിലെ വളയൊന്നും ഊരിപ്പോകത്തില്ലല്ലോ, ത്രേസ്യ ഇത്തിരി കലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ത്രേസ്യാമ്മച്ചി കലിപ്പിലാണല്ലോ. എന്നതാ അമ്മച്ചിയെ കാര്യം? കൊച്ചുമോനും പെണ്ണും വന്നതിൻ്റെ സന്തോഷമൊന്നും ഈ മുഖത്ത് കാണുന്നില്ലല്ലോ. ത്രേസ്യാമ്മച്ചിക്ക് കൊച്ചിന് അത്രക്കങ്ങട് ഇഷ്ടമായില്ല അല്ലയോ? നീ കുഴമ്പിട്ട് തടവിയാ മതി, എന്നെ ഇട്ട് തടവണ്ട. ക്ലാര പറഞ്ഞത് കേട്ട് ത്രേസ്യ അവരെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെ ഇങ്ങനെ നോക്കണ്ട. ഈ പളുങ്ക് പോലത്തെ മനസ്സ് വേദനിക്കുന്നതേ എനിക്ക് കാണാം. ഒന്നുമില്ലേലും ഈ കുഴമ്പിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലയോ അമ്മച്ചി? അല്ലേലും ഒരു അന്യമതക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ പിന്നെ നമ്മുടെ കുടുംബ മഹിമൊക്കെ അതോടെ തീർന്ന്. അല്ല അമ്മച്ചിയെ, ആ പെണ്ണിന് താഴേക്കൊന്നും കണ്ടില്ലല്ലോ. ഒന്നുമില്ലേലും വല്യമ്മച്ചി അല്ലയോ? ആ കൊച്ചി ഇവിടെ വരെ ഒന്ന് വന്നോ?
വലിയ ജാടക്കാരിയാണെന്ന് തോന്നുന്നു ഇല്ലേ ത്രേസ്യാമ്മച്ചിയെ? ക്ലാര അവസരം ശരിക്കും മുതലാക്കി എരുതിയിൽ പെട്രോൾ ഒഴിച്ചു. ക്ലാരയുടെ ക്ലാ ഒടിക്കുന്നവളാണ് ആ വന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. അവളുടെ ജാടയൊക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. എടിയേ, അവൾക്കൊരു പണി കൊടുക്കണമല്ലോ. എന്താ ഇപ്പൊ കൊടുക്കുക? ത്രേസ്യ ക്ലാരയുടെ കുഴമ്പിൽ അങ്ങോട്ട് വീണു. ത്രേസ്യാമ്മച്ചി നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ആ, എന്നാ നിർബന്ധിച്ചിരിക്കുന്നു, ഇനി പറ പെണ്ണേ. അങ്ങനെ ക്ലാര ത്രേസ്യയുടെ കാതിൽ ഒരു സ്വകാര്യം പോലെ ചിലത് പറഞ്ഞു. മതിയടി പെണ്ണേ, തൽക്കാലം ഇത് മതി. നിന്റെ ബുദ്ധി വിമാനവും റോക്കറ്റും ഒന്നുമല്ല, അതുക്കും മേലെയാ. താങ്ക് യു അമ്മച്ചി, താങ്ക് യു. ഈ കുരുട്ട് ബുദ്ധിയും കൊണ്ട് എനിക്ക് പണി തരാൻ വന്നേക്കരുത്. വന്നാൽ നിനക്ക് എന്നെ അറിയാമല്ലോ. ഓ അറിയാമേ. നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ. ഈ ത്രേസ്യ ആരാണെന്ന് അവൾക്ക് ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുക്കണം ത്രേസ്യാമ്മച്ചി, കൊടുക്കണം. ക്ലാര പ്രോത്സാഹിപ്പിച്ചതും ത്രേസ്യയുടെ മുഖത്ത് നിഗൂഢമായ ചിരി വിരിഞ്ഞു.